ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്ന് ഇത്ര വേഗത്തില് ഗുണ്ടകൾ മാറി ആ വീടുകളിലെ രോഗികളായ സ്ത്രീകളായത്. അതാ ഞാൻ പറഞ്ഞത്, അയാൾക്ക് നമ്മുടെ ഇടയിലും ചാരന്മാരുണ്ടെന്ന്. എങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി പരുത്തിക്കുന്നിലേക്ക് പോകുന്നു. കഷ്ടം തോന്നുവാടി നിന്റെയൊക്കെ തലമുറയുടെ അവസ്ഥ ഓർത്ത്. നീയൊക്കെ ഇപ്പൊ വിചാരിക്കുന്ന പോലെ ഞാൻ വിചാരിച്ചിരുന്നെങ്കിലേ നിങ്ങൾ ആരും ഈ ഭൂമിയിൽ ജനിക്ക പോലും ഇല്ലായിരുന്നു. ഒരാള് പോലും എന്നെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. നിന്നെ പ്രസവിച്ചു കിടന്ന സമയത്ത് കൈക്കുഞ്ഞായ നിന്നെ ഒന്ന് കൈമാറാൻ എന്റെ ഇടത് കൈയും വലത് കൈയും അല്ലാതെ മറ്റൊരു കൈ പോലും എനിക്കില്ലായിരുന്നു. ദാ ദാ ഇവിടെയാ നിനക്ക് വേണ്ടി തൊട്ടിൽ കെട്ടിയിരുന്നത്. നിന്നെ നോക്കും, ചായക്കച്ചവടം ചെയ്യും. കഷ്ടപ്പെടണം മോളെ. കണ്ണു നിന്ന് കണ്ണുനീരിന് പകരം ചുടുചോര വീഴണം. എന്നാലേ ജീവിതം എന്ന 3 അക്ഷരത്തിന്റെ കാഠിന്യം നിങ്ങൾ മനസ്സിലാക്കൂ. അമ്മേ, അമ്മ പറയുന്നത് വലിയ ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തണമെന്നാണോ? വളർത്തണം. എന്താ കഷ്ടപ്പെടാൻ വയ്യേ? എടി, ഒരാളുടെ സഹായം ഇല്ലാതെ നിങ്ങളെ 3 പേരെ എനിക്ക് വളർത്താമെങ്കിലേ ഒരു കൊച്ചിനെ ഇവക്ക് സുഖമായിട്ട് വളർത്താം. പക്ഷെ അതിനൊരു അമ്മയുടെ മനസ്സ് വേണം. ഇടി വാത്സല്യവും താരാട്ടും ഒക്കെ ഉള്ള ഒരു അമ്മയുടെ മനസ്സ്. എങ്കിൽ ഇതെല്ലാം നടക്കും. ഞാൻ മറ്റൊരു ശാരദ ആവണമെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. അതിനൊരു കാരണവശാലും ഞാൻ നിന്ന് തരില്ല. എനിക്ക് എന്റേതായ ഒരു ജീവിതമുണ്ട്. എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോയേ നോക്കൂ. അതിന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവും. അമ്മേ, വലിയ ഈ അവസ്ഥയില് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഒരു ജീവന്റെ വില എന്താന്ന് ഇവള് മനസ്സിലാക്കൂടി. അത് പക്ഷെ ഇപ്പോഴല്ല, അവനവന്റെ ജീവൻ പോവാൻ കിടക്കുമ്പോ അന്ന് ഇതെല്ലാം ഓർത്ത് അവള് വേദനിക്കും. പക്ഷെ അപ്പൊ ഒന്ന് കരയാൻ പോലും ഉള്ള നേരം കിട്ടിയെന്ന് വരില്ല. മോക്ക് മതിയോ മോളെ? എനിക്ക് വേദന എടുക്കുന്ന അച്ഛാ, എനിക്ക് വേദന എടുക്കുന്ന. എന്താ ഉണ്ടായേ? ഓടിക്കളിക്കുന്നതിനിടയിൽ പത്മിനി ഒന്ന് വീണു. കൈ ഒന്ന് ഒളുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തോന്നുന്നുണ്ടെന്നോ? മോള് കരയുന്ന കണ്ടില്ലേ? നല്ല വേദന ഉണ്ടായിട്ടല്ലേ ഇവള് കരയുന്നത്. പാരന്റ്സ് ആരെങ്കിലും വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് കരുതി. പാരന്റ്സിന് ആർക്കും വരാൻ പറ്റിയില്ലെങ്കിലോ? കുട്ടിയെ ഈ രീതിയിൽ അവർ വരുന്നവരെ ഇവിടെ വെച്ചോണ്ടിരിക്കുവോ? നിങ്ങളെയൊക്കെ വിശ്വസിച്ച് കുട്ടികളെ പറഞ്ഞു വിടുന്നത് ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. പപ്പി, നല്ല വേദനയുണ്ടോ? വേദന ഉണ്ട് അച്ഛാ. സാരമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇതെന്തായാലും ഇത്തിരി ഇല്ലാത്ത കുട്ടിയോട് കാണിച്ച ക്രൂരതയെ പിടിച്ചറേ. എന്തു ആയിക്കോട്ടെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാലല്ലേ ഇവൾക്ക് സംഭവിച്ചാൽ കുഴപ്പമുണ്ടോ കുഴപ്പമില്ലോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് കുട്ടിയെ നിർത്തി കഷ്ടപ്പെടുത്തുക. ഇതൊന്നും ഒരു നല്ല സ്കൂളിൽ ചേർന്ന പ്രവൃത്തിയല്ല കേട്ടോ. വാ മോളെ. സത്യഭാമേ, പത്മിനി എങ്ങനെയാ വീണേ? അത് പിന്നെ പപ്പി അല്ല, പത്മിനി ഓടി വന്നപ്പോ കാല് തന്നെ വീണതാ. അല്ലാതെ സത്യഭാമ തള്ളിയിട്ടൊന്നും അല്ലല്ലോ? അല്ല. പോയി ക്ലാസ് ഇരുന്നോ. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഓടിച്ചാടി വീണതിന് ടീച്ചർമാർ എന്ത് ചെയ്യാനാ? ടീച്ചർമാർക്ക് എപ്പോഴും കുട്ടികളുടെ കൂടെ നടക്കാൻ പറ്റുമോ? വിഷ്ണുവേട്ടന്റെ ഫോണിലേക്ക് കോള് പോകുന്ന പോലും ഇല്ലല്ലോ.
എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ. ഒറ്റയ്ക്ക് ഇങ്ങനെ ആരോടും പറയാതെ തന്നിഷ്ടത്തിന് നടക്കാനാണ് ആഗ്രഹമെങ്കിൽ നടക്കട്ടെ. അല്ലാതെ എന്ത് പറയാനാ? ഫോൺ എന്തിനാ? ഒരാവശ്യത്തിന് വിളിച്ച് കാര്യങ്ങൾ അറിയാനാ. ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പറയാൻ? എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ. ഒരു ഔദ്യോഗിക പദവിയിൽ നീ ഇരിക്കുമ്പോ നിന്റെ ചിന്തകളും വാക്കുകളും അതിനു വേണ്ടി തന്നെ ആയിരിക്കണം. നിന്റെ വഴി ഇതാണ്. ഇതിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും കണ്ണീരിനും യാതൊരു പരിഗണനയും കൊടുക്കരുത്. കൊമ്പല്ല, തൃക്കണ്ണ്. ആ സംരക്ഷണത്തിലാ മാണിക്കോത്ത് കുടുംബം നിലനിൽക്കുന്നത്. അതിന്റെ അടിത്തറ എന്റെ ഈ ചങ്കിലാ ഞാൻ കെട്ടിയുയർത്തിയിരിക്കുന്നത്. അതിളക്കാൻ കേരളത്തിലെ മുഴുവൻ കളക്ടർമാരും ഒന്നിച്ചു വന്നാലും നടക്കില്ല. ഹലോ. ആനു, ഒന്നിങ്ങോട്ട് വരൂ. ആ ശരി മാഡം, ദാ വരുന്നു. മാഡം. അനു, അന്ന് പരുത്തിക്കുന്നി പോയപ്പോ അവിടെ താമസിച്ചിരുന്നത് ക്രിമിനൽസ് ആയിരുന്നോ? അതെ മാഡം, മഹേന്ദ്രൻ എന്ന ആളുടെ കമ്പനിയിലെ തൊഴിലാളികളാണെന്നാ പറഞ്ഞത്. പക്ഷേ അത് മഹേന്ദ്രന്റെ ഗുണ്ടകളാ. ആ ഗുണ്ടകൾ തന്നെയാ ആ പരുത്തിക്കുന്ന് ഭരിക്കുന്നതും. പുറത്തുള്ളവർക്കാർക്കും ആ കോളനിയിലേക്ക് പ്രവേശനമില്ലാതെ എന്തൊക്കെയോ ഇല്ലീഗലായിട്ടുള്ള പരിപാടികൾ അവിടെ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാഡം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാവൽ അവിടെ വേണ്ടല്ലോ. അനു പറഞ്ഞത് ശരിയാ. കുറച്ചധികം പേരെ ഒന്നിച്ച് താമസിപ്പിച്ച് അവരുടേതായ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുക മഹേന്ദ്രന്റെ പട്ടാളം. രാഷ്ട്രീയക്കാരും പോലീസ് സേനയിലെ ചില സുഹൃത്തുക്കളും മഹേന്ദ്രന് പാദസേവ ചെയ്യുന്നതിന്റെ ഒരു ഹുങ്കും ഇതിന് പിന്നിലുണ്ട് മാഡം. അയാൾക്ക് നമ്മുടെ ഇടയിലും ചാരന്മാരുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ നീക്കങ്ങളും മഹേന്ദ്രന്റെ ഓഫീസിലിരുന്ന് മനസ്സിലാക്കില്ലല്ലോ. അന്ന് ഇത്ര വേഗത്തില് ഗുണ്ടകൾ മാറി ആ വീടുകളിൽ രോഗികളായ സ്ത്രീകളായത്. അതാ ഞാൻ പറഞ്ഞത്, അയാൾക്ക് നമ്മുടെ ഇടയിലും ചാരന്മാരുണ്ടെന്ന്. എങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി പരുത്തിക്കുന്നിലേക്ക് പോകുന്നു. ഇത്രയും ദിവസമായില്ലേ, എല്ലാം കെട്ടടങ്ങിയെന്നും പറഞ്ഞ് ഗുണ്ടകള് വീണ്ടും ചേക്കേറിയിട്ടുണ്ടെങ്കിലോ? അത് ഉറപ്പല്ലേ മാഡം? പരുത്തിക്കുന്ന അവരുടെ ലോകമാക്കി വെച്ചിരിക്കില്ലേ അവര്? അതെ, അത് അവരുടെ ലോകമാണ്. അത് നമ്മൾ എന്നേക്കുമായി ഒതുക്കാൻ പോവുക. അവര് ചിന്തിക്കുന്നതിനും അപ്പുറത്തെ നിയമ നടപടിയുമായി. തടയില്ല ഇനി ഒരുത്തനും. എന്നാ ഇനി വൈകിക്കണ്ട, നമ്മൾ ഉടനെ പരുത്തിക്കുന്നിലേക്ക് പോകുന്നു. അവിടുത്തെ പുതിയ കളി എന്താണെന്ന് നോക്കാൻ.